Evening all. And morning ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എസ്റ്റിമേഷൻ ഒരു പോർഷൻ നോക്കിയായിരുന്നു. ബാക്കി കണ്ടിന്യൂ ചെയ്യാറുണ്ട്. സോ ആദ്യമേ ഓട്ടോകാഡ് ഫയൽ ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്ത് യൂസ് ചെയ്ത് ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ചെയ്ത് വെക്കുക. ശേഷം എസ്റ്റിമാക്സ് ഫയൽ ഓപ്പൺ ചെയ്ത് വെക്കുക. താഴെ റിമൂവിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് ഇന്നലെ ചെയ്ത ഇൻഫർമേഷൻ റിമൂവ് ചെയ്യുകയാണ്. എസ്റ്റിമാക്സിൽ ഡാറ്റ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതല്ല. ആക്ച്വലി അത് തമ്മിൽ ഒരു കണക്ഷനാണ്. ഓട്ടോകാഡിൽ ആ ലൈൻസ് അല്ലെങ്കിൽ ആ ഡ്രോയിങ് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമാണ് എസ്റ്റിമാക്സിൽ ക്വാണ്ടിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ അത് ഫുള്ള് വൈപ്പ് ഔട്ട് ആവും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ റിന്യൂവിങ് എന്നൊരു മെസ്സേജ് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടും ഒരേ സ്ഥലത്ത് സേവ് ചെയ്യാനും ഒരു ഓർഡറിൽ ഓപ്പൺ ചെയ്യാനൊക്കെ പറയുന്നത്. ഇന്നലെ നമ്മള് ഒരു ഫ്ലോറിന്റെ പോർഷനാണ് സ്കാൻ ചെയ്തത്. ഇന്നിപ്പോ ഫൗണ്ടേഷന്റെ പാർട്ടിൽ എസ്റ്റിമേഷൻ കുറച്ച് ശ്രദ്ധിക്കണം. ഇപ്പൊ ഫൗണ്ടേഷനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്. സാധാ ഫുട്ടിംഗ് ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, ഇതിലിപ്പോ നമുക്ക് സ്റ്റെപ്പ് ഫൂട്ടിംഗ് എടുക്കാം. സ്റ്റെപ്പ് ഫൂട്ടിംഗ് ആണെങ്കിൽ നെയിം ഓഫ് ഫൂട്ടിംഗ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്പർ ഓഫ് സ്റ്റെപ്സ് എത്ര എണ്ണം, 2 സ്റ്റെപ്പ്. ഇനി ഫുട്ടിങ്ങിന്റെ നമ്പർ എത്ര എണ്ണം, ഒരു നമുക്ക് ഇന്നലെ എത്ര കോളം ഉണ്ടായിരുന്നു, 11 കോളം ഉണ്ടായിരുന്നു. സോ 11 കോളത്തിന് നമുക്കൊരു 3 സെറ്റ് ഫുട്ടിങ് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് സെറ്റ് 5 എണ്ണം, അതിന്റെ ഡെപ്ത് സി എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നിങ്ങളുടെ നീളത്തെ സ്റ്റെപ്പ് വരേക്കുള്ള ഹൈറ്റ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രൗണ്ട് ലെവൽ അറിയാമെങ്കിൽ അതിൽ നിന്ന് ഓരോ സ്റ്റെപ്പിനും ഡെപ്ത് മൈനസ് ചെയ്യുക. PCC ഉൾപ്പെടെ ഡെപ്ത് മൈനസ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അതാണ് നിങ്ങളുടെ സി വാല്യൂ. ഓക്കെ, അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ തൽക്കാലം അത് അസ്യൂം ചെയ്യുകയാണ് 105 ആയിട്ട്. ഒരു 1.5 മീറ്റർ ഡെപ്ത് ഒക്കെ ഉള്ള കേസിൽ ഏകദേശം 105 അടുത്തൊക്കെ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. ഫസ്റ്റ് PCC ആണ്. അതിന്റെ ലെങ്ത് ഒരു 2 മീറ്റർ ആണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് 2 മീറ്റർ ആണെങ്കിൽ 200 സെന്റിമീറ്റർ, അതിന്റെ വിഡ്ത്തും 200, ഹൈറ്റ് ഒരു 30 സെന്റിമീറ്റർ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ വോളിയത്തിന്റെ വാല്യൂ കയറി കഴിയുമ്പോഴാണ് അത് എൻട്രി ആവുക. അടുത്ത സ്റ്റെപ്പിന് കുറച്ച് വിഡ്ത്ത് കുറയ്ക്കുകയാണ്. ഞാനൊരു 10 സെന്റിമീറ്റർ ഓഫ്സെറ്റ് അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ ഉള്ളിലേക്ക് ഓഫ്സെറ്റ് കരുതാം. 180, ഹൈറ്റ് 30, അതിന്റെ വോളിയം. PCC എന്ന് പറയുമ്പോൾ ഇതിന് 100 സെന്റിമീറ്റർ 100 mm, സോറി സെന്റിമീറ്റർ 100 mm ഓഫ്സെറ്റ് ആ യൂഷ്വലി കൊടുക്കാറ്. സോ 210, 210 അല്ല 220 വരും രണ്ട് ഡയറക്ഷനിലും 220. ആൻഡ് തിക്നെസ് യൂഷ്വലി 10 സെന്റിമീറ്റർ ഉണ്ടാവാറുള്ളൂ. ഇത്ര എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നേരെ സേവ് ചെയ്യും. ഫുട്ടിംഗ് 1 സേവ്ഡ്. ഇനി അടുത്ത ഒരു ഫുട്ടിങ്ങിന്റെ നമ്മൾ F2 എന്ന് പേരിടാം. 2 സ്റ്റെപ്പ് ഇപ്പൊ അല്ലെങ്കിൽ 3 സ്റ്റെപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. 3 സ്റ്റെപ്പ് അങ്ങനെയുള്ളൊരു 4 എണ്ണം സെയിം ഡെപ്ത്. 4 സ്റ്റെപ്പ് വരുമ്പോൾ സെയിം ഡെപ്ത് ആയിരിക്കില്ല. അപ്പൊ 105 ആണെങ്കിൽ ഞാൻ നേരത്തെ എടുത്തത് 30 + 30 60 പ്ലസ് 105 ആണ് എന്റെ ടോട്ടൽ ഡെപ്ത് എങ്കിൽ അതിൽ നിന്ന് 3 സ്റ്റെപ്പ് 30, പിന്നെ ഒരു 30, പിന്നെ ഒരു 15 കുറയ്ക്കുവാണ്. അപ്പോൾ 90 ആണ് എന്റെ പുതിയ സി വാല്യൂ. അതായത് ആദ്യം ഉണ്ടായിരുന്നതിന്റെ സെയിം വാല്യൂ എടുത്ത് അതിൽ നിന്ന് ഞാൻ പുതിയ ഡെപ്ത് മൈനസ് ചെയ്യാണ് ചെയ്തത്. ഇനിയുള്ള ഹൈറ്റ് സ്റ്റെപ്പിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 15, 30, 30. ഇപ്പൊ 105 നിന്ന് 30 കുറച്ചിട്ട് എന്നുള്ള രീതി, 30 അല്ല 15 കുറച്ചിട്ട്. ഓക്കെ, PCCയുടെ 10 തിക്നെസ്. നമുക്ക് സ്റ്റെപ്പിന്റെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 2.1 മീറ്റർ വിഡ്ത്തും 2.1 ലെങ്ത്തും ബ്രെഡ്ത്തും വരുന്നത്. അടുത്ത വരുമ്പോഴത്തേക്കും 2.1 മീറ്റർ ആണ്. സോ 210. ഓക്കെ, അതിനനുസരിച്ച് ഇവിടെ അപ്ഡേറ്റ് ആയിക്കോളും. ഇനി ഇതിൽ നിന്ന് ഒരു 30 സെന്റിമീറ്റർ കുറഞ്ഞ അടുത്ത സ്റ്റെപ്പ് 180, 180. അതിനടുത്ത സ്റ്റെപ്പും വീണ്ടും ഒരു 30 കുറഞ്ഞിട്ട് 150, 150. ഞാൻ അസെപ്ഷൻ എടുക്കുവാണ്. നിങ്ങൾ ഫുട്ടിങ് ആഡ്സ്പോയ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ടേബിൾ കിട്ടും. ഷെഡ്യൂൾ നോക്കി എൻ്റർ ചെയ്താൽ മതി. 20 ആഡ് ചെയ്യുമ്പോൾ 230, ഇവിടെയും 230. ഇത് സേവ് ചെയ്ത് കൊടുക്കുക. ഫുട്ടിങ് 2 സേവ് ചെയ്തു. ഇനി ലാസ്റ്റ് ഫുട്ടിങ് 3.
അതിന് 2 സ്റ്റെപ്പ്. നമ്പർ ഓഫ് ഫുട്ടിങ് 5ഉം 4ഉം 9, 11 ഫുട്ടിങ് ആ, പിന്നെ 2 കൂടി ഉണ്ട്. ഇതിന്റെ വാല്യൂ 105, നേരെ തിരിച്ച് പഴയത് തന്നെ. അല്ലെങ്കിൽ ഡെപ്ത് വ്യത്യാസമാണെങ്കിൽ വീണ്ടും മാറും. ഇപ്പൊ നമുക്ക് ഒരെണ്ണം 30, ഒരെണ്ണം 35 ഡെപ്തും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് 105 അല്ല 100 ആവും. ഒരു 5 സെന്റിമീറ്റർ കുറഞ്ഞു. 30 + 30 60 സ്റ്റെപ്പിന്റെ ഡെപ്ത് ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ 105 എടുത്തത്. സോ അതിൽ നിന്ന് വേരിയേഷൻ വരുന്നതനുസരിച്ച് സി വാല്യൂ ചേഞ്ച് ചെയ്യണം. കാരണം ഗ്രൗണ്ട് ലെവൽ മാറുന്നില്ല, ഫുട്ടിങ്ങിന്റെ നമ്പർ ഓഫ് സ്റ്റെപ്സേ മാറുന്നുള്ളൂ. ഫുട്ടിങ് കൊടുക്കുക യൂഷ്വലി ഒരു 1.5 മീറ്റേഴ്സ് താഴെ, അങ്ങനെയാണ് ഫുട്ടിങ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഈവൻ മോഡൽ ചെയ്യുമ്പോഴും അങ്ങനെ എടുക്കുന്നത്. ചില റെയർ കേസുകളിൽ അത് 1.5 2 മീറ്റർ ഒക്കെ വരെ പോവാറുണ്ട്. അതിലും കൂടുതൽ ലെങ്ത് വരുവാണെങ്കിൽ യൂഷ്വലി നമ്മൾ ഫുട്ടിങ്സ് എടുക്കാറില്ല. ഓക്കെ, അങ്ങനെയാണ് ഡിസൈൻ ചെയ്യാറ്. കാരണം എക്കണോമി കുറയും, ഫുട്ടിങ് നമുക്ക് അവിടെ ഡിഫ്ലക്ഷൻ ഒക്കെ കൂടും. അതുകൊണ്ട് നമ്മൾ ഫുട്ടിങ്, അതായത് കോളത്തിന്റെ പെഡസ്റ്റൽ കോളത്തിനടക്ക് പിന്നെ ബീംസ് ലൈക്ക് ആ പെഡസ്റ്റൽ കോളത്തിന്റെ ഹൈറ്റ് കൂടി വരും. സോ എഫക്ടിവിറ്റി കുറഞ്ഞു വരും. പിന്നെ നമ്മൾ പൈലിലേക്കാണ് പിന്നെ പോവുക. യൂഷ്വലി ഒരു 1.5 to 2 മീറ്റർ ഡെപ്തിലാണ് ഫുട്ടിങ് കൊടുക്കുക. അപ്പൊ അത് ആ ഡെപ്തിലാണ് ഞാനിപ്പോ കാൽക്കുലേഷൻസ് പറയുന്നത്. ഓക്കെ, ഈ PCCയുടെ തിക്നെസ് 10 സെന്റിമീറ്റർ. ഫുട്ടിങ്ങിന് വേണ്ടി എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ ഹാർഡ് സ്ട്രാറ്റ, അതായത് ഉറപ്പുള്ള മണ്ണ് എത്തിയതിനു ശേഷം മാത്രമേ എക്സ്കവേഷൻ നിർത്തുള്ളൂ. 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1.5 മീറ്റർ നിർത്തും എന്നല്ല ഇതിന്റെ അർത്ഥം. കുഴിച്ചു പോകുമ്പോൾ ഏറ്റവും സ്ട്രോങ് സോയിൽ കിട്ടുന്ന ആ ഒരു ഡെപ്തിൽ നിർത്തുക. അത് സോയിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ റിപ്പോർട്ടിന് കിട്ടും ഇത്രയാണ് ഡെപ്ത് എന്ന്. ഈവൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ബോർഹോളൊക്കെ അല്ലേ എടുക്കുന്നത്. ആ കേസിലൊക്കെ നമ്മൾ ആ ബോർഹോളിൽ നിന്ന് നല്ല ഡിസ്റ്റൻസ് നീങ്ങിയിട്ടാണ് ഫുട്ടിങ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു 1.5 മീറ്ററിൽ ഹാർഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി താഴത്തേക്ക് എക്സ്കവേറ്റ് ചെയ്തൊക്കെ നോക്കും. ചിലപ്പോൾ അതിന് മുന്നേ കിട്ടുന്ന കേസസ് ഉണ്ടാവാം. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇത് ഒരു 180 150യുടെ ഇത് 150 120 PCC 100 170 സേവ് ചെയ്തു. ഫുട്ടിങ്ങിന്റെ ക്വാണ്ടിറ്റിയിൽ കയറും. ഫുട്ടിങ്ങിന്റെ ഫില്ല് പ്ലിന്തിനുള്ള ക്വാണ്ടിറ്റി, പ്ലിന്തിന്റെ ക്വാണ്ടിറ്റി കയറണമെങ്കിൽ പ്ലിന്തിന്റെ പ്ലിന്ത് ബീം, നമ്മൾ പ്ലിന്ത് ഔട്ട്ലൈൻ ക്യാരിയൂട്ടിൽ വരക്കത്തില്ലേ, അത് സ്കാൻ ചെയ്താലേ പ്ലിന്തിന്റെ ക്വാണ്ടിറ്റി കയറും. ഫുട്ടിങ്ങിന്റെ PCC, ഫുട്ടിങ്ങിന്റെ ഷട്ടറിങ്, അങ്ങനത്തെ ക്വാണ്ടിറ്റീസ് ഒക്കെ ഇപ്പൊ എന്തെങ്കിലും കയറും. പിന്നെ പെഡസ്റ്റലിലെ ക്വാണ്ടിറ്റി കയറണമെങ്കിൽ നമ്മൾ പ്ലിന്ത് ബീം സ്കാൻ ചെയ്യണം. ഇനി നമുക്ക് ഫുട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ളത് സ്ട്രക്ചർ സ്കാൻ ചെയ്യണം. പ്രോപ്പർട്ടീസിൽ ഇവിടെ ഞാൻ എല്ലാ ബീമിന്റെയും പേര് എഴുതി വെച്ചേക്കുന്നത്. പ്ലിന്ത് ബീം ഇനി പ്രത്യേകിച്ച് എൻ്റർ ചെയ്ത് കൊടുക്കണ്ട. അല്ലാത്ത കേസിൽ നിങ്ങൾ പ്ലിന്ത് ബീം എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വേണം സ്കാൻ ചെയ്യാൻ. ഇനി വിഡ്ത്ത് 23, ഡെപ്ത് 40. സ്കാൻ കൊടുക്കുക. ഓട്ടോകാഡ് ഫയല് നേരെ ഓപ്പൺ ആവും. കാര്യം ഇത് ഓൾറെഡി കണക്ഷൻ ഉണ്ട്, കണക്ഷൻ വിട്ടു പോയിട്ടില്ല. കണക്ഷൻ വിട്ടു പോയിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ എടുക്കുമ്പോൾ ആ സ്കാനിങ് ടൈമിൽ ഓട്ടോകാഡ് ഫയൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരത്തില്ല. ഇവിടെ ഇത് ലൈൻസ് വരയ്ക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, ലൈൻ വരച്ചു, ക്വാണ്ടിറ്റി കിട്ടി, സേവ് ചെയ്തു. ഇവിടെ ഇനി കറക്ഷൻസ് കൊടുക്കുക. സെയിം ഓർഡർ തന്നെ നമുക്ക് കൊടുക്കണ്ടേ. ഓർഡർ മാറിയാൽ ചില നേരം നിങ്ങളുടെ ലൈൻസ് ട്രിം ചെയ്ത് വരുന്നത് കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. സോ ആ 4ഉം ആ അതേ ഓർഡറിൽ കൊടുത്തു നോക്കുക. ഓക്കെ, സോ ഇത് ക്വാണ്ടിറ്റി കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് സ്കാൻ ടാബിലും വെറുതെ ചെക്ക് ചെയ്തേക്കാം. ഇവിടെ വേണമെങ്കിൽ മാർക്ക് നമ്പേഴ്സ് കൊടുത്തിട്ട് നമുക്ക് നോക്കാം എല്ലാം നമ്പർ ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന്. 11 കോളംസ് ഉണ്ട്, അത്രയും എണ്ണം കിട്ടിയിട്ടുണ്ട്. സേവ് ചെയ്യുക, നേരെ ക്ലോസ് ചെയ്യുക. ഇവിടെ റിഫ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി കുട്ടിയുടെ ക്വാണ്ടിറ്റി കൂടാതെ പെഡസ്റ്റലിലെ ഷട്ടറിങ്ങും പെഡസ്റ്റലിലെ വോളിയും അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ കിട്ടും. പ്ലിന്ത് ബീമിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ ഷട്ടറിങ്, ഓക്കെ, അങ്ങനത്തെ ക്വാണ്ടിറ്റീസ് എല്ലാം നമുക്ക് ഇപ്പൊ കിട്ടും. ഇവിടെ പ്ലിന്ത് പെഡസ്റ്റലിനും 2 ക്വാണ്ടിറ്റി വരുന്നുണ്ട്. വേറൊന്നുമല്ല, ഗ്രൗണ്ട് ലെവൽ വരേക്കുള്ള കോളത്തിന്റെ ഹൈറ്റ് സി നമ്മൾ മാർക്ക് ചെയ്തില്ല, ആ ഹൈറ്റ് വരെയുള്ള ക്വാണ്ടിറ്റി കിട്ടുന്നത് പെഡസ്റ്റൽ എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്ത് വരും.
പ്ലിന്ത് ബീം കൊടുക്കുന്ന അവിടെ നമ്മൾ ഡിഡക്ഷൻ കൊടുക്കുന്ന കാരണം അവിടെ കോളത്തിന്റെ ക്വാണ്ടിറ്റി കയറുന്നില്ല. സോ ആ പോർഷനിലെ കോളത്തിന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ടാമത് പ്ലിന്ത് പെഡസ്റ്റൽ എന്നൊരു എൻട്രി കൂടി ചെയ്തേക്കുന്നത്. ഓക്കെ, ചില ഹൈറ്റിൽ ഞാൻ പറഞ്ഞില്ലേ 1 മീറ്റർ ഒക്കെ നമ്മൾ പ്ലിന്ത് ഹൈറ്റ് കൊടുക്കുന്ന കേസിൽ കുറച്ച് ബ്രിക്ക് കെട്ടിയിട്ട് അതിന്റെ മേലൊരു ബെൽറ്റ് കൊടുക്കും. അപ്പൊ ആ ഒരു ഹൈറ്റ് നമുക്കൊരു കോളം ഉണ്ടാവില്ലേ, ആ കോളത്തിന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കോമ്പൗണ്ട് വോൾ ഒക്കെ നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, ഇപ്പൊ എനിക്ക് ഓൾറെഡി അത് നേരത്തെ ഇതിന് ഫ്ലോറിൽ കിട്ടി. അപ്പൊ അവിടെ എനിക്ക് ആ റിപ്പോർട്ടിൽ അത് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ എനിക്ക് വേണമെങ്കിൽ എൻട്രീസ് മാസ്റ്റേഴ്സിന്റെ അകത്ത് ഇപ്പൊ കോമ്പൗണ്ട് വോൾ ഈ ഒരു ഇത് കൂട്ടത്തിൽ കാണിക്കണ്ട എന്നാണ് കരുതുന്നതെങ്കിൽ അത് ഇവിടെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കത്തില്ല. ഫൗണ്ടേഷന്റെ അകത്ത് കോമ്പൗണ്ട് വോൾ കാണിക്കത്തില്ല. അല്ലെങ്കിൽ ഫൗണ്ടേഷന്റെ അകത്താണ് എനിക്ക് കോമ്പൗണ്ട് വോളിലെ ക്വാണ്ടിറ്റി വേണ്ടെങ്കിൽ അത് ഈ ഒരു ഫ്ലോറിൽ മാത്രം സ്കാൻ ചെയ്യാം. ഓക്കെ, സോപ്പ് പിറ്റ്, സെപ്റ്റിക് ടാങ്ക്, ഇതിനകത്ത് സോപ്പ് പിറ്റ് വേണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കാം. അല്ല അതിന്റെ വാല്യൂ ഇപ്പൊ 0 കയറി വന്നാലും ഓട്ടോമാറ്റിക്കലി റിപ്പോർട്ടിൽ അത് ഉണ്ടാവില്ല. ഈ ക്വാണ്ടിറ്റീസ് 0 ആയിട്ട് കിടക്കുന്ന ഒരു ഐറ്റവും നിങ്ങൾ റിപ്പോർട്ടിൽ കാണിക്കത്തില്ല. ഓക്കെ, ടോട്ടൽ എസ്റ്റിമേറ്റഡ് എമൗണ്ട് കാണണമെങ്കിൽ ഏറ്റവും താഴെ കാണിക്കും. സോ ഇത് 7,72,000 ആണ് ഇതിന് നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ്. ഇതിനകത്ത് നമ്മൾ മിസ് ചെയ്ത ഒരു കാര്യം ക്യാരി യൂട്ടിലിറ്റീസിന്റെ അകത്ത് ഓക്കെ, ഇതിന്റെ അകത്ത് കണ്ടോ നിങ്ങൾ ഫുട്ടിങ്ങിന്റെ ക്വാണ്ടിറ്റി എടുത്തതിന്റെ വോളിയൂംസ് വാല്യൂസും ഇതിന്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യും. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വിൻഡോ ക്യാരി യൂട്ടിലിറ്റീസിന്റെ വിൻഡോ എടുത്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് പോൾ ലൈൻസും കൂടി ഒന്ന് സ്കാൻ ചെയ്യാനുണ്ട് പ്ലിന്തിന്റെ, എന്നാലാണ് പ്ലിന്തിന്റെ കുറച്ച് ക്വാണ്ടിറ്റി കയറത്തും. പ്ലിന്തിന്റെ ക്വാണ്ടിറ്റി സേവ് ചെയ്യാം, ക്ലോസ് ചെയ്യാം, ചെയ്യാം. ഓക്കെ, സോ ബേസിക് ക്വാണ്ടിറ്റീസ് എല്ലാം കയറി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സൈറ്റിന്റെ നമ്മൾ ഡീഫോൾട്ട്സ് എൻ്റർ ചെയ്യുമ്പോൾ സൈറ്റിന്റെ ഏരിയ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് സൈറ്റ് ക്ലിയർ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാണ്. അതായത് ഇപ്പൊ പുല്ല് വെട്ടി നിർത്താനും എസ്കവേഷൻ അങ്ങനെ കുറച്ച് ബേസിക് വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഉള്ള റിക്വയർമെന്റ് വരും ചില സൈറ്റിൽ. ആ കേസിലാണ് നമ്മൾ ഈ മാസ്റ്റേഴ്സ് ഡീഫോൾട്ട്സിന്റെ അകത്ത് സൈറ്റിന്റെ ഏരിയ ഫില്ല് ചെയ്ത് കൊടുക്കും, പ്ലോട്ട് ഏരിയ ഫില്ല് ചെയ്ത് കൊടുക്കും. ഫില്ല് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അത്ര ഏരിയ ക്ലിയർ ചെയ്യാനുള്ള അതിന്റെ ക്വാണ്ടിറ്റിയും കൂടി റിപ്പോർട്ടിൽ കയറിക്കോളും. ഓക്കെ, ഫൗണ്ടേഷൻ സൈഡ് കഴിഞ്ഞു. സെയിം മെത്തേഡ് തന്നെയാണ് നമുക്ക് സ്ലോപ്പ് ഫുട്ടിങ്ങിന്. അതിന് ഞാൻ പറഞ്ഞു ഈ വാല്യൂസ് എല്ലാം നിങ്ങൾ ഡ്രോയിങ് നോക്കുക, ഇവിടെയുള്ള ABCD മാർക്കിംഗ് നോക്കുക, ക്രോസ് ചെക്ക് ചെയ്തിട്ട് എൻട്രി ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ അത്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ കഴിഞ്ഞു. ഇനി ഗ്രൗണ്ട് ഫ്ലോറിന്റെ റേറ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോർ എസ്റ്റിമേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം 12,50,800 ആൻഡ് സംതിങ് ആണ് എക്സ്പെൻസ് വന്നേക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷന്റെ 7 lakhs ഇതിന്റെ 12 lakhs ഏകദേശം 21 lakhs നമുക്കിപ്പോൾ എക്സ്പെൻസ് ആയിട്ടുണ്ട് ബിൽഡിങ്ങിന്റെ. ഒരു എനിക്ക് തോന്നുന്നു 1000 square feet താഴെയുള്ള ബിൽഡിംഗ് അല്ലേ, ആ ഒരു എമൗണ്ട് ഓക്കെ. ഒരു ആവറേജ് വീടിന് സ്ട്രക്ചർ ചെയ്യാനുള്ള എമൗണ്ട് ഓക്കെ ആണത്. നിങ്ങൾക്ക് ഒരു ക്രോസ് ചെക്ക് ചെയ്യാൻ എളുപ്പമെന്ന് വെച്ചാൽ സ്ക്വയർ ഫീറ്റ് ഏരിയ എത്രയാണെന്ന് നോക്കുക. ടോട്ടൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഡിവൈഡ് ബൈ സ്ക്വയർ ഫീറ്റ് ഏരിയ ഒരു 1,500 to 2,000 റേഞ്ചിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എസ്റ്റിമേറ്റ് ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ഈ 1,500 യൂഷ്വലി വരാം അധികം ഇന്റീരിയർ വർക്ക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ബിൽഡിങ്ങിനൊക്കെ നമുക്ക് 1,500 റേഞ്ചിലൊക്കെ നിൽക്കും. അതില് ഇപ്പൊ ഒത്തിരി ഇന്റേണൽ വാൾസ് ഉണ്ട്, ഒത്തിരി ഫിനിഷസ് വരുന്നു. അങ്ങനെ കേസിലൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഹയർ റേഞ്ച് 2,000 അടുത്തൊക്കെ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും. അതൊരു നമുക്ക് ലാസ്റ്റ് എസ്റ്റിമേറ്റ് കഴിയുമ്പോൾ ചെയ്യാവുന്ന ഒരു ചെക്കാണ്. ഓക്കെ, അതിലെ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പ്രൊജക്ട്സ് ചെയ്തിട്ട് അതിന്റെ ക്വാണ്ടിറ്റീസ് പെർ സ്ക്വയർ ഫീറ്റ് ക്വാണ്ടിറ്റീസ് കണ്ടുപിടിച്ച് വെച്ചാൽ അതും ക്രോസ് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് വരാം. ഏകദേശം സ്ക്വയർ ഫീറ്റിന് ഇത്ര ക്വാണ്ടിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു തമ്പ് റൂൾ പോലെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് ഇനി ഉണ്ടായിരുന്നത് നമുക്ക് സ്കാനിന്റെ അകത്ത് ഉണ്ടായിരുന്നത് എന്തായിരുന്നു, അടുത്ത ഫ്ലോർ കൂടി ഉണ്ട്, ഹെഡ് റൂമും കൂടി ഉണ്ടായിരുന്നു. ഹെഡ് റൂം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഹെഡ് റൂമും വലിയ കാര്യമായിട്ട് പണിയുള്ളതല്ല, ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്യാം, നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാനും എളുപ്പമാണ്.
ഹെഡ്റൂമിന്റെ അകത്ത് സ്ലാബ് ഏരിയ യെസ്, പ്രൊജക്ഷൻ ഇല്ല, ഡക്ഷൻ ഏരിയ നോ ആണ്, ഔട്ടർ ബ്രിക്ക് യെസ്. ബിഗ് സ്ലാബ് കൊടുക്കുക, ഓട്ടോക്കാഡിൽ വരാം, ഇവിടെ വരച്ചേക്കുന്ന ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഇവിടെ ക്വാണ്ടിറ്റി കയറിക്കോളൂ. സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. ഇനി അടുത്തത് ആർക്ക് സ്കാൻ ആണ്. പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമുക്ക് ആകെ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത് ഡീഫോൾട്ട് വിഡ്ത്തും അതുപോലെ തന്നെ ലിറ്റിൽ ഡെപ്ത് മാറ്റണമെങ്കിൽ അത് മാത്രം മാറ്റാം. ഓക്കെ, ക്ലോസ് ചെയ്യുക, സ്കാൻ എടുക്കുക, ഡ്രോയിങ് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും, എൻ്റർ കൊടുക്കുക. സ്കാൻ കംപ്ലീറ്റ് ആയി. നേരെ കറക്ഷൻസ് കൊടുക്കാം. ഒരു ഫ്ലോർ ഉള്ളതുകൊണ്ട് അത് നേരെ എടുക്കില്ല, കറക്ഷൻസ് പടപടേന്ന് തീരും. ചെറിയ ബിൽഡിംഗ് അല്ലേ. ഓക്കെ, കറക്ഷൻസ് കഴിഞ്ഞു, ക്വാണ്ടിറ്റി കയറി. സ്കാൻ ടാബിൽ വന്നിട്ട് ഔട്ട്സൈഡ് വാൾസ് ആണോ, എല്ലാം ഔട്ട്സൈഡ് വാളാണ്. ഔട്ട്സൈഡ് വാൾ ആണോ എന്നുള്ളത് ടിക്ക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് നോക്കേണ്ടത് ജോയിനറി. ആകെ ഒരു ഡോർ ഉള്ളൂ, ബ്രിക്ക് ഹൈറ്റ് സെയിമാ. ഞാൻ പറഞ്ഞിരുന്നു ആദ്യമേ തന്നെ, ഞാൻ ഹെഡ് റൂമിന് ജസ്റ്റ് ഡോർ ഹൈറ്റ് പ്ലസ് ഡെപ്ത് അത്രേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ലിൻഡൽ ഇല്ല. അപ്പൊ ലിൻഡൽ ഇല്ലാത്തതുകൊണ്ട് ലിൻഡൽ ഡെപ്ത് എനിക്കിവിടെ 0 ആക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് ഈ ഔട്ട്സൈഡ് ആണ്, ബ്രിക്ക് ഹൈറ്റ് സെയിം തന്നെയാണ്, ചേഞ്ച് ചെയ്യേണ്ട. അല്ലാത്ത കേസിൽ നമ്മൾ ലിൻഡലിന്റെ ഡെപ്തും കൂടി കുറച്ച് ബ്രിക്ക് ഹൈറ്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. ഔട്ടർ വാളിനും ഇന്നർ വാളിനും എല്ലാത്തിനും നമ്മളത് മാറ്റി കൊടുക്കും. പിന്നെ ഔട്ട്സൈഡ് ഇൻസൈഡ് ചെക്ക് ചെയ്ത് കൊടുക്കും. എന്നാലാണ് പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റിയിൽ നിന്ന് റിഡക്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഈ ഔട്ട്സൈഡ് ഇൻസൈഡ് മാർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ള ഉത്തരാണ്, നമ്മള് വിൻഡോസും ഡോസും ഔട്ട്സൈഡ് ഇൻസൈഡ് മാർക്ക് ചെയ്തെങ്കിൽ ഇല്ലെങ്കിൽ ഔട്ടർ പ്ലാസ്റ്ററിംഗ് കുറയ്ക്കുന്നതിന് പകരം എല്ലാം ഇന്നർ പ്ലാസ്റ്ററിംഗ് ക്വാണ്ടിറ്റി കുറച്ചു പോകും. സോ ഇന്നർ പ്ലാസ്റ്ററിംഗിന്റെ ക്വാണ്ടിറ്റി തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഇതിന്റെ ഔട്ട്സൈഡ് ഇൻസൈഡ് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ മാർക്ക് ചെയ്യാം, അത് വെച്ച് ചെക്ക് ചെയ്യാം. ഇതാകെ ഇത്തിരി മീൻസ് ഉള്ളൂ, അത്രയും ചെക്ക് ചെയ്യാനൊന്നും ഇല്ല. കോളംസ് എല്ലാം സ്കാൻ ആയെന്ന് നോക്കുക, സേവ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് സബ് കാറ്റഗറീസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഡോഴ്സ് കാണിക്കും, താഴെ വിൻഡോസ്, ഏറ്റവും താഴെ വെന്റിലേറ്റേഴ്സ്. അങ്ങനെ 3 കാറ്റഗറിയിലും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ ബാക്കി 3ഉം കാണിക്കും. റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നേരെ CAD യൂട്ടിലിറ്റീസിൽ പോയി കഴിഞ്ഞാൽ സ്കാൻ കൊടുത്തിട്ട് ഇതിന്റെ ഔട്ട്ലൈൻ അങ്ങ് സ്കാൻ ചെയ്തെടുക്കുക. ഓക്കെ, സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. സ്ട്രക്ചർ സ്കാൻ ചെയ്യാൻ നമ്മൾ മറന്നുപോയി. പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യുക. ഇവിടെ ഡെപ്ത് വിഡ്ത്ത് മാത്രം നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്, ബാക്കിയൊന്നും മാറ്റാനില്ല. നേരെ സ്കാൻ എടുക്കുക, ഡ്രോയിങ്ങില് ബീംസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഓൾറെഡി ട്രിം ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് കറക്ഷൻസ് അപ്ലൈ ചെയ്യേണ്ട ഒഴിവാക്കാം കേട്ടോ. ട്രിം അല്ലാണ്ട് വരുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ കറക്ഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇവിടെയും ജസ്റ്റ് സ്കാൻ ടാബ് ഒന്ന് പറഞ്ഞ് നോക്കിയേക്കുക. സേവ്, ക്ലോസ്, റിഫ്രഷ്. ഇവിടെയും ക്വാണ്ടിറ്റി എല്ലാം കയറിയിട്ടുണ്ട്. ഇനി വാട്ടർ പ്രൂഫിങ് ഈ പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് 0 ആണ് ക്വാണ്ടിറ്റി. അതല്ലാണ്ട് സൺഷെയ്ഡും ഉണ്ടായിരുന്നില്ല ഈ ഒരു ഫ്ലോറിൽ, സോ അത് 0 ആണ്. ലിൻഡൽ ലോവർ ജോയിൻട്രീസ് ഈ കേസിൽ ഉണ്ടായിരുന്നില്ല, 0 ആണ്. അത്രയും നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് കൺസ്ട്രക്ഷൻ നമുക്ക് ഏകദേശം ആവുന്ന എമൗണ്ട് 2,59,597 രൂപ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത്രയും വലിയ ഫ്ലോർ ചെയ്യാൻ ഇത്രയും പൈസ ആയപ്പോ ഇതിനെന്ത് ഇത്രയും കൂടുതൽ എമൗണ്ട് എന്നുള്ളത്? നമ്മുടെ വാട്ടർ പ്രൂഫിങ്ങും ബാക്കി അല്ലെങ്കിൽ പാരപെറ്റ് അങ്ങനത്തെ ക്വാണ്ടിറ്റീസ് ഒക്കെ ഇവിടെ കയറി വരുന്നുണ്ട്. പിന്നെ RCC ഫുള്ളി അവോയ്ഡ് ചെയ്യുന്നില്ലല്ലോ, RCC ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ. പിന്നെ ഇന്നലെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഇപ്പൊ ഓർമ്മ വന്നു. അതായത് നമ്മള് ഗ്രൗണ്ട് ഫ്ലോറില് സ്ലാബിന്റെ ക്വാണ്ടിറ്റി ഞാൻ എടുത്തപ്പോ പറഞ്ഞിരുന്നു, ഇതിനകത്ത് ഒരു സ്ലാബ് വലുതാണ്, അതിന് 150 തിക്നെസ് ഏകദേശം വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു സ്ലാബിന്റെ ക്വാണ്ടിറ്റി നമ്മൾ ഇന്നലെ നോക്കിയില്ല, അഡീഷണൽ ആഡ് ചെയ്തില്ല. അതിപ്പോ ചെയ്തേക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് സ്ലാബ് സ്കാൻ എടുക്കുക, ഫ്ലോർ മാറ്റുക, സ്ലാബ് സ്കാൻ എടുക്കുക. ഇതിന്റെ അകത്ത് സ്ലാബ് ഏരിയ യെസ്, ഡെപ്ത് 15 - 11, അതായത് 4 മാത്രമേ എനിക്ക് കിട്ടാൻ മതി.
ഇതിനകത്ത് പോൾ ലൈൻ ഞാൻ വരച്ചു കൊടുത്തിട്ടില്ല. സോ നോ. ഔട്ടർ ബ്രിക്ക് കൺസിഡർ ചെയ്യണം, യെസ്. എന്നിട്ട് പിക് സ്ലാബ് ഓപ്ഷൻ എടുത്ത് നേരെ ഓട്ടോക്യാഡിൽ വന്നിട്ട് ആ ബൗണ്ടറി ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത്രയും പോർഷനിൽ സ്ലാബിന് ഒരു എക്സ്ട്രാ കനം ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇവിടെ പിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ഓർഡർ ഉണ്ട്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പിക്ക് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ P1 കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വരാം. സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ കോർണർ പിടിക്കുക, ഇവിടെയും സ്ട്രെയിറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് സെന്റർ പിടിച്ചെടുത്താൽ മതി. ഷേഡ് വോൾ വരുന്ന അവിടെ സെന്റർ പിടിച്ചെടുക്കുക. ഔട്ട് സൈഡ് വോൾ വരുമ്പോൾ ഔട്ട് സൈഡ് ബൗണ്ടറി പിടിക്കുക. എന്നിട്ട് എൻഡ് വരെ എടുത്തിട്ട് ക്ലിക്ക് എൻഡ്. ഇവിടെ ഒരു പ്രൊജക്ഷൻ വന്നു, അത് ഡിലീറ്റ് ചെയ്ത് കളയാട്ടോ. പ്രൊജക്ഷൻ 0. സ്ലാബ് ഏരിയ ക്വാണ്ടിറ്റി കിട്ടി. ഇതൊരു അഡീഷണൽ ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ പേര് സെയിം വന്നത് കൊണ്ട് ഇതിനെ 4 ആക്കിയിട്ട് അൺനോൺ ഹാൻഡിൽ വേറെ ഒന്നുമല്ല, നമ്മളിവിടെ എന്തെങ്കിലും മാനുവൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേ വരുന്ന എറർ. അത് പേടിക്കേണ്ട, ക്വാണ്ടിറ്റി ഒന്നും തെറ്റി പോകത്തില്ല. അതാണ്. ഓക്കെ, അപ്പൊ അത്രയും പോർഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരു ഡ്രോയിങ് എടുക്കുമ്പോൾ ആ ഡ്രോയിങ്ങിനും എസ്റ്റിമാക്സിനായിട്ട് ലിങ്ക് ഇപ്പോഴും എസ്റ്റാബ്ലിഷ്ഡ് ആണോ ചെക്ക് ചെയ്യാൻ. ഇന്നലെ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്ത പോർഷൻ ആണ്. അതിന്റെ ആർട്ട് സ്കാനിന്റെ ടാബ് എടുത്തിട്ട് സ്കാൻ എന്ന ഓപ്ഷൻ എടുത്താൽ ഇതിലെല്ലാം കിടപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇന്നലെ സ്കാൻ ചെയ്ത ക്വാണ്ടിറ്റീസ് ഇതിൽ എൻ്റർ ആയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. അതായത് 2 ഫയൽസ് തമ്മിലും കണക്ഷൻ ഇപ്പോഴും ഉണ്ടെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഇത് ബ്ലാങ്ക് ആയിരിക്കും, 0 ആയിരിക്കും, അത് എൻട്രി അല്ല. നിങ്ങൾ എങ്ങാനും സേവ് ചെയ്താൽ ഇതിനകത്തുള്ള എല്ലാ എൻട്രീസും 0 ആയിട്ട് കിടക്കും, ഒന്നും ഉണ്ടാവില്ല, ബ്ലാങ്ക് വാഷ് ഔട്ട് ആയിട്ട് കിടക്കുക. ഇതിനകത്ത് സെൻട്രൽ ലൈൻസ് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളത് സെൻട്രൽ ലൈൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഈ ഡ്രോയിങ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ സെൻട്രൽ ലൈനിന്റെ ക്വാണ്ടിറ്റി ഈക്വലന്റ് ആയിട്ടുള്ളത് ഇവിടെ 0 ആയിട്ടായിരിക്കും കിടക്കുക. അത് റിമൂവ് ആയിട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ അറ്റ് ദ ടൈം എസ്റ്റിമാക്സിൽ അത് റിഫ്ലക്ട് ചെയ്തില്ല. നെക്സ്റ്റ് ടൈം എസ്റ്റിമാക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ റിന്യൂ ചെയ്യുന്ന ടൈമിൽ ആ സെൻട്രൽ ലൈൻ മിസ്സിംഗ് ആയതുകൊണ്ട് അതിന്റെ ക്വാണ്ടിറ്റി ഇവിടെ റിമൂവ് ആവത്തില്ല. എസ്റ്റിമാക്സിൽ നിന്ന് ആ ക്വാണ്ടിറ്റി റിമൂവ് ആകും. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ ഓട്ടോക്യാഡിലും ചെയ്യാം, പക്ഷെ അത് പിന്നെ സേവ് ചെയ്ത് രണ്ടാമത് ഓപ്പൺ ചെയ്യുമ്പോൾ റിഫ്ലക്ട് ആവുള്ളൂ. അല്ലെങ്കിൽ ഓട്ടോക്യാഡിൽ ചെയ്യുന്നതിനൊപ്പം തന്നെ എസ്റ്റിമാക്സിലും അത് റിമൂവ് ചെയ്യുക, സേവ് ചെയ്യുക, യൂസ് ചെയ്യാം. സോ എന്റെ ഫുൾ പ്രോജക്റ്റ് എസ്റ്റിമേഷൻ കഴിഞ്ഞു. ഇനി റിപ്പോർട്ട് എടുക്കാനാണ്. അതിന് നമുക്ക് റിപ്പോർട്ട്സിന്റെ അകത്ത് അബ്സ്ട്രാക്ട് റിപ്പോർട്ട് ഉണ്ട്, സ്പ്ലിറ്റ് അപ്പ് ഡീറ്റെയിൽസ് റിപ്പോർട്ട് ഉണ്ട്, വർക്ക് വൈസ് റിപ്പോർട്ട് ഉണ്ട്, ടെൻഡറിങ്ങിനുള്ള റിപ്പോർട്ട് ഉണ്ട്, വർക്ക് ഡീറ്റെയിൽസ് റിപ്പോർട്ട് ഉണ്ട്. അങ്ങനെ കുറെ റിപ്പോർട്ട്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന റിപ്പോർട്ട്സ് മാത്രം ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇപ്പൊ സ്റ്റോറി വൈസ് റിപ്പോർട്ട് എടുക്കുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിനകത്ത് എനിക്ക് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഫോർമുല കാണിക്കണോ വേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാൽക്കുലേഷൻ നിങ്ങൾക്ക് കാണണം, എക്സലിൽ കിട്ടണം. ചില ക്ലയൻസ് പറയും എനിക്ക് എക്സൽ വേണം എന്ന് പറയുമ്പോൾ അവർക്ക് എന്റെ കാൽക്കുലേഷൻ വേണം എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ളപ്പോ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡീറ്റെയിൽസ്, ഫോർമുല ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ടാബ്, ഒരു ഷീറ്റ് വരും. ആ ഷീറ്റിനകത്ത് കാൽക്കുലേഷൻസ് യൂസ് ചെയ്തേക്കുന്ന എല്ലാ ക്വാണ്ടിറ്റീസും കാണിക്കും. അപ്പൊ ഇത് രണ്ടും വേണം എന്നാണെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് വ്യൂ റിപ്പോർട്ട് കൊടുക്കുക. ഈ പേര് പറയുന്ന പോലെ സ്റ്റോറി വൈസ് റിപ്പോർട്ടിന്റെ പ്രത്യേകത ഓരോ ഫ്ലോർ വൈസ് അതിന്റെ എസ്റ്റിമേറ്റ് കാണിക്കും. ഓട്ടോമാറ്റിക് ഓപ്പൺ ആവത്തില്ല, നിങ്ങൾ ആ ഫോൾഡറിൽ ചെന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഫൗണ്ടേഷൻ ഒരു ഫ്ലോർ ആണ്. അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷന്റെ ക്വാണ്ടിറ്റീസ് എല്ലാം കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് ഫൗണ്ടേഷനകത്ത് ടാങ്ക് ക്വാണ്ടിറ്റി കയറി വരും. പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ അടുത്ത ഫ്ലോർ ആയിട്ട് അതിന്റെ ക്വാണ്ടിറ്റി വരാം. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ടോട്ടൽ കോസ്റ്റ് അത് കാണിക്കും. ഒരു പിങ്ക് കളറിലായിരിക്കും കാണിക്കുന്നത് ടോട്ടൽ കോസ്റ്റ്. അത് കഴിയുമ്പോൾ ഹെഡ് റൂം, അതിന്റെ ടോട്ടൽ കോസ്റ്റ്, പിന്നെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് പ്രൊജക്ടിന്റെ കോസ്റ്റ്, അങ്ങനെ എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതല്ലാണ്ട് നെക്സ്റ്റ് റിപ്പോർട്ട് നമുക്ക് ഫ്ലോർ വൈസ് കാണിക്കണ്ട, എല്ലാം കൂടി ഒരു അബ്സ്ട്രാക്ട് ഫോമിൽ വർക്ക് ബേസ് ചെയ്തിട്ട് കാണിച്ചാൽ മതി എന്നാണെങ്കിൽ വർക്ക് വൈസ് റിപ്പോർട്ട്.
അതിലും ഫോർമുലാസ് ഒക്കെ കാണിക്കണം. ഡീറ്റെയിൽസ് ടാബ് കാണണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഓപ്ഷൻ എടുക്കുക. ഈ ഡീറ്റെയിൽസ് ടാബ് എന്ന് പറയുന്നുണ്ട്, ഇതിനകത്ത് ഡീറ്റെയിൽസ് എന്നൊരു ഷീറ്റ് ഉണ്ട്. എല്ലാ എൻട്രി ചെയ്യുന്നതും ഒരു ടേബിൾ ഫോർമാറ്റിൽ ഇതിൽ കാണിക്കും. ഓക്കെ, വർക്ക് വൈസ് റിപ്പോർട്ടിൽ നിങ്ങൾ ഓരോ വർക്കിനാണ് പ്രയോറിറ്റി. വർക്ക് ആയിരിക്കും ഹെഡിങ്, ഫ്ലോർ ഹെഡിങ് ആയിട്ട് കാണിക്കത്തില്ല. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കോളംസ് നോക്കിയാൽ മതി കേട്ടോ. കോളംസിന്റെ അകത്ത് ഷട്ടറിങ് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്ര, ഹെഡ് റൂമിൽ എത്ര, ടോട്ടൽ ഷട്ടറിങ് എത്ര, അങ്ങനെ വർക്കിന് ഇമ്പോർട്ടൻസ് വെച്ചിട്ടുള്ള റിപ്പോർട്ട് ആയിരിക്കും. പെട്ടെന്ന് ഒരു എമൗണ്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്ക് വൈസ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ മതി. പക്ഷെ ഒരു ബാങ്കിലൊക്കെ സബ്മിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി വരിക, അല്ലെങ്കിൽ എത്ര ഫ്ലോർ പണിയണം എന്ന് ഡിസൈഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ സ്റ്റോറി വൈസ് റിപ്പോർട്ടാണ് കുറച്ചും കൂടി നല്ലത്. ഇപ്പൊ ചില ക്ലയൻസ് അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ അവർക്ക് ടോട്ടൽ ബഡ്ജറ്റ് ഇപ്പോ ഒരു 12 കോടിയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് 12 കോടിയിൽ എത്ര ഫ്ലോർ പണിയാ എന്ന് ഒരു ഏകദേശം ഐഡിയ കിട്ടണമല്ലോ. അപ്പൊ അവർ അതിന് വേണ്ടിയിട്ട് ഫ്ലോർ വൈസ് സ്റ്റോറി വൈസ് റിപ്പോർട്ട് എടുക്കും. ഇപ്പൊ ടോട്ടൽ കോസ്റ്റ് ബഡ്ജറ്റിന് ഇപ്പൊ 12 കോടി എന്നുള്ള 13 കോടി വന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കിയാലാണ് റേറ്റ് കുറയുക എന്ന രീതിയിൽ ഓരോ ഫ്ലോറിന്റെ നോക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു ഫ്ലോറിൽ ഏതെങ്കിലും അമ്യൂണിറ്റി കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് കുറച്ചാൽ എന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി കുറയും എന്ന് നോക്കും. എന്നിട്ടാണ് അവർ ഫൈനൽ ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഓരോ വർക്ക് വൈസ് വർക്കിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇതിനകത്ത് സ്പ്ലിറ്റ് അപ്പ് ഡീറ്റെയിൽസ് റിപ്പോർട്ട് ഉണ്ട്. അത് ഇത്തിരി കൂടെയൊക്കെ എലാബറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആണ്. റേറ്റ് അനാലിസിസിന് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ അങ്ങനെ, അതിന്റെ അബ്സ്ട്രാക്ട് വേണം, ഡീറ്റെയിൽസ് വേണം. റിപ്പോർട്ട് ഇതിൽ ഗ്രിഡ് കൊടുത്തിട്ടുണ്ട്. അത് കാരണം സമയം എടുക്കുന്നത്. നോ ഗ്രിഡ് ഇട്ടാൽ സമയം എടുക്കത്തില്ല. അപ്പൊ ഓട്ടോക്കാഡിൽ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രിഡിനെ വെച്ചിട്ടാണ് എസ്റ്റിമേറ്റ് ഇടാവുന്നത്. അപ്പൊ ഒരു ഗ്രിഡ് ലൈൻ എടുത്താൽ അതിൽ എത്ര എക്സ്പെൻസ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അതിനൊരു മിസ്റ്റേക്ക് പറ്റിപ്പോ ആ ഗ്രിഡ് ഇടണ്ടായിരുന്നു നമുക്ക്. ഞാൻ ഗ്രിഡ് ഇട്ട് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് നമുക്ക് പ്രിന്റ് ആയി കിട്ടുന്നു. പ്രിന്റ് ചെയ്യുന്നില്ല ആൾക്കാലം. ഇനി സമ്മറി റിപ്പോർട്ട് ഉണ്ട്. അതായത് ഫുൾ റേറ്റ് അനാലിസിസ് വെച്ചിട്ട് അല്ലെങ്കിൽ വർക്ക് ഐറ്റം വെച്ച് മാത്രമുള്ള സമ്മറി റിപ്പോർട്ട്. ഈ സമ്മർ റിപ്പോർട്ടിന്റെ അകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ റേറ്റ് അനാലിസിസിന്റെ കറക്റ്റ് ക്വാണ്ടിറ്റീസും റേറ്റ്സും ഒക്കെ കാണിക്കും. നമ്മള് ഡെയിലി അനാലിസിസ് ഓഫ് റേറ്റ്സിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സെയിം ഫോർമാറ്റിൽ ഇവിടെ നമുക്ക് എടുത്തേക്കുന്ന കോൺട്രാക്ടറിന്റെ പ്രോഫിറ്റ്, വാട്ടർ ഇലക്ട്രിസിറ്റി ചാർജസ്, അങ്ങനെ എല്ലാം സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുള്ള ഒരു റേറ്റ് കിട്ടും ഇതിനകത്ത്. പിന്നെ അതല്ലാണ്ട് ഷോർട്ട് ആയിട്ടുള്ള റിപ്പോർട്ട്, അതിനകത്ത് ഓരോ ഷീറ്റിലും ഷോർട്ട് ഡീറ്റെയിൽസ്, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന നേരം നിങ്ങൾക്ക് ആ ഫുൾ പ്രൊജക്റ്റിന് എത്ര ബാഗ് സിമെന്റ് വേണം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ മെറ്റീരിയൽ ഡീറ്റെയിൽസ് എടുക്കുക, ഇതിനകത്ത് സിമെന്റ് നോക്കുക, എന്നിട്ട് ഇതിന്റെ ടോട്ടൽ അങ്ങ് എഴുതുക, ടോട്ടൽ ഇത്ര ബാഗ് സിമെന്റ് എന്ന് കിട്ടും. ഇനി മെറ്റീരിയൽ ഷോർട്ട്, പിന്നെ പാരാമീറ്റേഴ്സ് യൂസ്ഡ്, അങ്ങനെ കുറെ ഇതിനകത്ത് സബ് കാറ്റഗറീസ് ഉണ്ട്. എല്ലാം എടുത്ത് വായിച്ചു നോക്കാം കേട്ടോ. റേറ്റ് അനാലിസിസ് മാത്രം നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റേറ്റ് അനാലിസിസ് അറിയണമെങ്കിൽ ചില ക്ലയൻസ് ചോദിക്കും നിങ്ങളുടെ റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയണം എന്ന് പറഞ്ഞാൽ റേറ്റ് അനാലിസിസ് റിപ്പോർട്ട് എടുത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സമ്മർ റിപ്പോർട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ് കണ്ടില്ലേ നിങ്ങൾ, അത് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഷീറ്റ് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഗ്രാഫിക്കലി വേണമെങ്കിൽ ഗ്രാഫ് എടുക്കാം, ഇൻപുട്ട് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. കണ്ടെയ്ൻസിന്റെ ചാർജ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി നിങ്ങൾ എത്ര എടുത്തേക്കെന്ന് അറിയണമെങ്കിൽ അത് മാത്രം. റേറ്റ്സ് എന്തൊക്കെ ഉപയോഗിച്ചേക്കുന്ന അറിയണമെങ്കിൽ അതിന്റെ റിപ്പോർട്ടായിട്ട് പ്രിന്റ് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു റിപ്പോർട്ട്സിൽ, അത് എടുത്ത് നോക്കുക. ഹെൽപ്പിൽ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും ഡിസ്ക്രിപ്ഷനും ഉണ്ട്, അത് എടുത്ത് വേണമെങ്കിൽ വായിച്ചു നോക്കാം. എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ എടുത്ത് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാനുള്ളത് റേറ്റ് അനാലിസിസ്, സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുന്നത്, വർക്ക് ഗ്രൂപ്പ് സെറ്റ് ചെയ്യുന്നതും ഡെഫിനിഷൻസും. ഇതൊരു 3 ക്ലാസ് കൊണ്ട് തീരുമായിരിക്കും. ഓക്കെ, ഇന്ന് ഇത്രയും വെച്ച് നിർത്തുവാണ്.
അപ്പോ നാളെ പറ്റുന്നതും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. എസ്റ്റിമാക്സ് പിന്നീട് വന്ന് കേൾക്കാൻ നോക്കിയാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഇപ്പൊ കൂടെ ചെയ്ത് പോകുന്നതാണ് നിങ്ങൾക്ക് എളുപ്പം. താങ്ക് യു ഓൾ. നൈറ്റ്.